52 സങ്കീർത്തനത്തിന്റെ തുടർ പഠനമാണ് ഇന്ന് ഇവിടെ ഞാൻ നൽകുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. 2 ദിവസം മുമ്പ് ഈ 52 സങ്കീർത്തനത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ഇന്ന് ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ നീതിമാന്മാർ ദുഷ്ടന്മാരെ കണ്ട് ചിരിക്കും എന്ന് ഇതിന്റെ 6-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നു. വാസ്തവത്തില് മനുഷ്യന്റെ തത്വ ചിന്തയിലെ ഏറ്റവും വലിയ ഒരു അപകടം എന്ന് പറയുന്നത് തനിക്ക് താൻ തന്നെ മതിയെന്നുള്ള തത്വചിന്തയാണ്. പല ആളുകളും ചിന്തിക്കും, എനിക്ക് ആരുടെയും യാതൊരു സഹായം ആവശ്യമില്ല, എനിക്ക് എൻ്റെ ജീവിതത്തിന് ഞാൻ ധാരാളം മതി, പുറത്തുള്ള ആരുമായിട്ടും അവർക്ക് യാതൊരു ബന്ധവുമില്ല. ഓർക്കുക, നമ്മൾ സാമൂഹിക ജീവികളാണ്. മനുഷ്യരായ നാം ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ നമുക്ക് പല ആളുകളുമായിട്ടും ബന്ധവും പ്രതിബദ്ധതയുമുണ്ട്. നാം നമ്മൾ തന്നെ സെൽഫ് സഫീഷ്യന്റ് അല്ല. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, എൻ്റെ ജീവനും എൻ്റെ മരണം വരെയുള്ള ആവശ്യങ്ങൾക്കുള്ളതെല്ലാം എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് ആരെയും ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ചിന്താഗതിയാണ് ആധുനിക മനുഷ്യന്റെ ചിന്താഗതി എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ദാവീദ് പറയുകയാണ്. അതിന്റെ 7-ാം വാക്യത്തിൽ ആ മനുഷ്യനെ കുറിച്ചുള്ള ശരിയായ വിവരണം ദാവീദ് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തെ തന്റെ ശരണമാക്കാതെ തന്റെ ദ്രവ്യ സമൃദ്ധിയിൽ ആശ്രയിക്കുകയും ദുഷ്ടതയിൽ തന്നെത്താൻ ഉറപ്പിക്കുകയും ചെയ്ത മനുഷ്യൻ അതാ എന്ന് പറയും. എങ്ങനെയുള്ള മനുഷ്യനാണ്? എനിക്ക് എൻ്റെ ജീവിതം ധാരാളം മതി, എൻ്റെ ധനവും എൻ്റെ പ്രതാപവും ഒക്കെ എൻ്റെ ജീവിതത്തിനും എൻ്റെ മരണം വരെയുള്ള ആവശ്യങ്ങൾക്കും എനിക്ക് മതിയായതാണ്, എനിക്ക് ആരെയും ആവശ്യമില്ല, എൻ്റെ ജീവിതത്തിന് വെളിയിൽ എനിക്ക് ഔട്ട്സൈഡ് യാതൊരു ബന്ധവുമില്ല, അത് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്ന മനുഷ്യനെക്കുറിച്ച് ഈ 52-ാം സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യത്തിൽ ദാവീദ് പറയുകയാണ്, ദൈവത്തെ തന്റെ ശരണമാക്കാതെ തന്റെ ദ്രവ്യ സമൃദ്ധിയിൽ ആശ്രയിക്കുകയും ദുഷ്ടതയിൽ തന്നെ താൻ ഉറപ്പിക്കുകയും ചെയ്ത മനുഷ്യൻ അതാ എന്ന് പറയും. നീതിമാന്മാർ കണ്ട് ഭയപ്പെടുകയും അവർ അവനെ ചൊല്ലി ചിരിക്കുകയും ചെയ്യും എന്ന് പറയുന്നു. വാസ്തവത്തില് തന്നിൽ തന്നെ സ്വയം പര്യാപ്തതയുണ്ട് എന്ന് ചിന്തിക്കുന്ന, അതേ സമയത്ത് തന്നെ ദൈവത്തെ ശരണമാക്കാത്ത, തന്റെ ദുഷ്ടതയിൽ അത്യന്തം ആശ്രയിക്കുന്ന, പാപത്തിന്റെ ശക്തിയിൽ തൃപ്തിപ്പെടുന്ന ഒരു ദുഷ്ടനായ മനുഷ്യന്റെ സെൽഫ് സഫീഷ്യൻസി, അതിന്റെ നിരർത്ഥകതയാണ് ദാവീദ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ജീവിതം പാപത്തിന്റെ മേൽ കെട്ടിപ്പണിയപ്പെടുമ്പോൾ പലപ്പോഴും അങ്ങനെയുള്ള ഒരു അനുഭവമുണ്ട്. ജീവിതം പാപത്തിന്റെ മേൽ കെട്ടിപ്പണിയപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിന് ഒരു സ്ഥായിയായ അടിസ്ഥാനം ഇല്ലാതെ പോകുന്നു. മത്തായിയുടെ സുവിശേഷം 7-24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ ബിൽഡേഴ്സായ 2 ആളുകളെ കുറിച്ച് നമ്മുടെ കർത്താവായ യേശു ഒരു ഉപമ പറഞ്ഞു. എൻ്റെ ഈ വചനം കേട്ട് അനുസരിക്കുന്ന ഏവനും പാറമേൽ വീട് പണിത മനുഷ്യരോട് തുല്യനാകുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. അവിടെ 2 പേരുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരുവൻ മണലിന്മേൽ തന്റെ വീട് പണിതു, അതിന് അടിസ്ഥാനമില്ലായിരുന്നു, വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റ് അതിന്മേലടിച്ചു, അതിന് അടിസ്ഥാനമില്ലാകിയാൽ അത് വീണുപോയി. എന്നാൽ ബുദ്ധിമാനായ മനുഷ്യൻ എന്ത് ചെയ്തു? അവന് പാറമേൽ അടിസ്ഥാനമിട്ടു എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ള സ്ഥലത്ത് തന്റെ വീടിന്റെ അടിസ്ഥാനമിട്ടു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റ് അതിന്മേൽ അടിച്ചു, എന്നാൽ അത് പാറമേൽ ഉറപ്പുള്ള സ്ഥലത്ത് അടിസ്ഥാനമിട്ടതുകൊണ്ട് അത് നഷ്ടമായി പോയില്ല എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ വാസ്തവത്തില് പാപത്തിന്റെ മേൽ കെട്ടിപ്പണിയുന്ന ജീവിതം അല്ലെങ്കിൽ മനുഷ്യജീവിതം എന്ന് പറയുന്നത് അടിസ്ഥാനമില്ലാത്ത ജീവിതമാണ്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഈ ഉപമ ഞാനും നിങ്ങളും വളരെ ആശയപരമായി ചിന്തിക്കേണ്ട ഒന്നാണ്. ദൈവത്തെ അനുസരിച്ച് ദൈവപ്രമാണത്തിന് വിധേയപ്പെട്ട് ക്രിസ്തീയ ജീവിതത്തിന്റെ പണി ചെയ്യുന്നവൻ ഒരിക്കലും സെൽഫ് റിലയന്റ് ആയിരിക്കുകയില്ല. തന്റെ സ്വയത്തിൽ അവൻ പ്രശംസിക്കില്ല. എനിക്ക് ആരെയും വേണ്ട, എനിക്ക് ധാരാളം ഞാൻ തന്നെ മതിയാവും എന്ന് ചിന്തിക്കുന്ന വ്യക്തി ആയിരിക്കുകയില്ല.
അങ്ങനെയുള്ള ആള് എന്ത് ചെയ്യില്ല, ഒരിക്കലും മണൽമേൽ തൻ്റെ വീടിൻ്റെ അടിസ്ഥാനം ഇടുകയില്ല. അപ്പൊ ഇവിടെ വാസ്തവത്തിൽ ഈ മനുഷ്യനെക്കുറിച്ച് പറയുകയാണ്, ഗോഡ് വാസ് നോട്ട് ദിസ് സെൽഫ് സഫീഷ്യന്റ് പേഴ്സൺ സ്ട്രെങ്ത്. അതായത് സ്വയം എനിക്ക് മതി എന്ന് ചിന്തിച്ച, തൻ്റെ സ്വയാശ്രയത്തിൽ ആശ്രയിച്ച ഈ മനുഷ്യന്റെ ശക്തി അത് ദൈവത്തിൽ ആയിരുന്നില്ല, തൻ്റെ ദ്രവ്യത്തിലായിരുന്നു എന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. ഗോഡ് വാസ് നോട്ട് ഹിസ് കോൺഫിഡൻസ്. അവന്റെ ആശ്രയം ദൈവമായിരുന്നില്ല. അവന്റെ സഫീഷ്യൻസി അത് ദൈവത്തിന്റെ ശക്തി ആയിരുന്നില്ല. പല ആളുകളും വാസ്തവത്തിൽ ചിന്തിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി പണമാണ്. പണമുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അവസാനം വരെയും ഭംഗിയായി നടക്കും എന്നാണ്. എന്നാൽ അത് അബദ്ധജടിലമായ ഒരു ചിന്തയാണ്. പണം മനുഷ്യന്റെ ആത്യന്തികമായ പ്രശ്നപരിഹാരകൻ അല്ല. ജീവിതത്തിലെ എത്രയോ സന്ദർഭങ്ങളിൽ ലോക ജീവിതത്തിൽ തന്നെ മനുഷ്യനെ തെളിയിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ ആത്യന്തികമായ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ പണത്തിന് സാധിക്കത്തില്ല എന്ന് മാത്രമല്ല, ഇവൻ എന്ത് ചെയ്യുന്നു, തൻ്റെ ധനത്തിന്റെ സമൃദ്ധിയിൽ ആശ്രയിക്കുന്നവനായിരുന്നു. അവന്റെ ദ്രവ്യം, അവന്റെ പണം, അതിലായിരുന്നു അവന്റെ ആശ്രയം. അവൻ അങ്ങനെ ആശ്രയിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ എന്ത് പറയുന്നു, സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദൈവത്തെ തന്നെ ശരണമാക്കാതെ തന്റെ ദ്രവ്യസമൃദ്ധിയിൽ ആശ്രയിക്കുകയും തന്നെത്താൻ എനിക്കിത് മതി എന്ന് പറയുകയും ചെയ്യുന്ന മനുഷ്യൻ, അവനെ ദൈവം നിന്നെയും എന്നേക്കും നശിപ്പിക്കും. നിന്റെ കൂടാരത്തിൽ നിന്ന് അവൻ നിന്നെ പറിച്ചു കളയും, ജീവനുള്ളവരുടെ ദേശത്ത് നിന്ന് നിന്നെ നിർമൂലമാക്കും. അപ്പോൾ വാസ്തവത്തില് ദൈവം അവനെ നശിപ്പിക്കുമെന്ന് ഇവിടെ സങ്കീർത്തനക്കാരൻ പ്രത്യേകം എടുത്ത് പറയുകയാണ്. അവന്റെ വാസസ്ഥലത്ത് ദൈവം അവനെ നീക്കും, അവനെ ഒരു വൃക്ഷം പോലെ പറിച്ച് മാറ്റും, ജീവനുള്ള ദേശത്ത് അവനെ പിന്നെ കാണുകയില്ല. ദൈവത്തെ ആശ്രയിക്കാത്ത മനുഷ്യന്റെ ദുർഗതിയാണ്. വാസ്തവത്തില് ഈ മനുഷ്യന്റെ വീട്ടിൽ ധാരാളം ധനവും സമൃദ്ധിയും ഉണ്ട്. അവൻ അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. അവന്റെ ആശ്രയവും ബലവുമെല്ലാം അതാണ്. എന്നാൽ നമ്മൾ വായിക്കും, ദൈവം അവനെ പറിച്ചു മാറ്റാൻ പോവുകയാണ്, വൃക്ഷം പോലെ പറിച്ച് മാറ്റും എന്ന് പറയുന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും, നീതിമാന്മാർ കണ്ട് ദൈവത്തെ ഭയപ്പെടും. എന്തിനാണെന്നറിയാമോ, ദ്രവ്യസമൃദ്ധിയിലും ധനസമൃദ്ധിയിലും ആശ്രയിച്ച് സെൽഫ് റിലയന്റായി ജീവിക്കുന്ന ആളുകളുടെ അന്തം ഇത്ര ഭയാനകമാണ് എന്ന് കണ്ടിട്ട് അവർ ദൈവത്തെ ഭയപ്പെടും. മാത്രമല്ല, ഈ ദുഷ്ടന് വന്ന് സംഭവിച്ച് കണ്ടിട്ട് നീതിമാന്മാർ അതേ ചൊല്ലി ചിരിക്കും. വാസ്തവത്തിൽ ഞാൻ ഇവിടെ ഈ സങ്കീർണഭാഗം ചോദിക്കട്ടെ, നമ്മുടെ ജീവിതം എങ്ങനെയാണ്? നമ്മൾ വാസ്തവത്തിൽ ഇതുപോലുള്ള സ്വയം സംതൃപ്തരായ ദുഷ്ടന്മാരെ നോക്കി ചിരിക്കുന്നതോ, അതോ മറ്റുള്ളവർ നമ്മെ നോക്കി ചിരിക്കുവാൻ ഇടയാകുന്നതോ ആയിട്ടുള്ള ജീവിതമാണോ? പണം മനുഷ്യന്റെ ആത്യന്തികമായ പ്രശ്നപരിഹാരനല്ല. പണത്തിന് നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കത്തില്ല, മുഴുവനായും പരിഹരിക്കാൻ സാധിക്കത്തില്ല. എന്നാൽ ബൈബിൾ പറയുന്നു, നമ്മുടെ ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയത്തിന് നമ്മുടെ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഈ വേദഭാഗത്ത് സങ്കീർത്തനക്കാരൻ പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ചിന്ത, ദ ലാസ്റ്റ് ലഫ്. അതായത് നീതിമാന്മാർ ദുഷ്ടന്മാരെ നോക്കി ചിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ ചിരി. പ്രിയമുള്ളവരെ, നാം ദുഷ്ടന്മാരെ അവരുടെ അവസാനത്തെയും കണ്ട് ദൈവത്തെ ഭയപ്പെടുവാൻ തക്കവണ്ണം ഹൃദയത്തിൽ വിനയവും ദൈവാശ്രയമുള്ളവരെ തിരുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.